ഹായ്, ഞാൻ മാജിദ. എൻ്റെ സെമിനാർ ടോപ്പിക്കാണ് എക്സാമ്പിൾ ഓഫ് എക്സ്പെർട്ട് സിസ്റ്റം മൈസിൻ്റെ ഡെൻഡ്രൺ എന്നത്. നെക്സ്റ്റ് ഇൻട്രൊഡക്ഷൻ. എക്സ്പെർട്ട് സിസ്റ്റം ഈസ് എൻ ഇൻട്രാക്റ്റീവ് ആൻഡ് റിലയബിൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റം വിച്ച് യൂസസ് ബോത്ത് ഫാക്ട്സ് ആൻഡ് ഹ്യൂറിസ്റ്റിക് ടു സോൾവ് കോംപ്ലക്സ് ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലംസ്. അതായത് കോംപ്ലക്സ് ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഫാക്ട്സ് ആൻഡ് ഹ്യൂറിസ്റ്റിക്കും യൂസ് ചെയ്യുന്ന ഇൻട്രാക്റ്റീവ് ആൻഡ് റിലയബിൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റമാണ് എക്സ്പെർട്ട് സിസ്റ്റം എന്നത്. ഹ്യൂമൻ ഇൻ്റലിജൻസ് ആൻഡ് എക്സ്പെർട്ടൈസിൻ്റെ ഹയസ്റ്റ് ലെവലായിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. ദി പർപ്പസ് ഓഫ് ആൻ എക്സ്പെർട്ട് സിസ്റ്റം ഈസ് ടു സോൾവ് ദി മോസ്റ്റ് കോംപ്ലക്സ് ഇഷ്യൂസ് ഇൻ എ സ്പെസിഫിക് ഡൊമൈൻ. ഒരു സ്പെസിഫിക് ഡൊമൈനിലെ മോസ്റ്റ് കോംപ്ലക്സ് ഇഷ്യൂസ് സോൾവ് ചെയ്യുക എന്നതാണ് ഈ ഒരു എക്സ്പെർട്ട് സിസ്റ്റത്തിൻ്റെ പർപ്പസ് എന്നത്. The expert system can resolve many issues which generally would require a human expert. It is based on knowledge acquired from an expert. സാധാരണ ഒരു ഹ്യൂമൻ എക്സ്പെർട്ടിന് ആവശ്യമായ നിരവധി ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ എക്സ്പെർട്ട് സിസ്റ്റത്തിലൂടെ നമുക്ക് സാധ്യമാണ്. ഇതൊരു എക്സ്പെർട്ടിൽ നിന്ന് നേടിയ നോളജിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. നെക്സ്റ്റ് എക്സാമ്പിൾസ് ഓഫ് എക്സ്പെർട്ട് സിസ്റ്റംസ്. ഇതിലിപ്പോൾ 4 എക്സാമ്പിൾസാണ് പറയുന്നത്. ഫസ്റ്റ് വൺ മൈസിൻ. ഇതൊരു ബാക്ക്വേർഡ് ചെയിനിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. മാത്രവുമല്ല അക്യൂട്ട് ഇൻഫെക്ഷൻസിന് കാരണമാകുന്ന വേരിയസ് ബാക്ടീരിയകളെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നു. പേഷ്യൻറ്റിൻ്റെ ബോഡി വെയ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഡ്രഗ്സ് റെക്കമെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡെൻഡ്രാൺ. എക്സ്പെർട്ട് സിസ്റ്റം യൂസ് ചെയ്യുന്നത് കെമിക്കൽ അനാലിസിസിനാണ് ടു പ്രൊഡിക്റ്റ് മോളിക്കുലർ സ്ട്രക്ചർ. നെക്സ്റ്റ് PS-BUS. ലെഗ് ക്യാൻസറിൻ്റെ ഡിഗ്രിയും അതുപോലെ തന്നെ അതിൻ്റെ ടൈപ്പും പ്രഡിക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു എക്സ്പെർട്ട് സിസ്റ്റമാണിത്. ആൻഡ് ലാസ്റ്റ് വൺ കാഡറ്റ്. എയർലി സ്റ്റേജിൽ ക്യാൻസറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു എക്സ്പെർട്ട് സിസ്റ്റമാണ് കാഡറ്റ് എന്നത്. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കിൽ ഫസ്റ്റ് പാർട്ടായ മൈസിൻ. അപ്പോൾ ഇതിൽ മൈസിൻ്റെ ഇൻട്രൊഡക്ഷൻസ്, പിന്നെ ഇതിൻ്റെ മെത്തേഡ്, പിന്നെ ഇത് റിസർച്ച് ചെയ്തിട്ടുള്ള റിസൾട്ട്, പിന്നെ ഇതിൻ്റെ പ്രാക്ടിക്കൽ യൂസ്, ഇതൊക്കെയാണ് ഈ ഒരു സെക്ഷൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ നോക്കാമല്ലേ. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഇൻ 1970. 1970കളുടെ തുടക്കത്തിൽ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഡെവലപ്പ് ചെയ്ത ഏർലി എക്സ്പെർട്ട് സിസ്റ്റമാണ് മൈസിൻ. ഇറ്റ് വാസ് റിട്ടേൺ ഇൻ ലിസ്പ് ബൈ എഡ്വാർഡ് ഷോർലിഫ്. ഡൂസ് ബുക്കാനിൻ്റെയും മറ്റുള്ളവരുടെ നിർദ്ദേശപ്രകാരം എഡ്വാർഡ് ഷോർലിഫ് ലിസ്പിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ലിസ്പ് എന്നത് എയുടെ ലാംഗ്വേജാണ്. ഇറ്റ് ഡിറൈവ്ഡ് ഫ്രം ദി ഏർലിയർ ഡെൻഡ്ര എക്സ്പെർട്ട് സിസ്റ്റം. ഇത് മുമ്പത്തെ ഡെൻഡ്ര എക്സ്പെർട്ട് സിസ്റ്റത്തിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണ്. ബട്ട് ബേസിക് ഡെൻഡ്ര സോഫ്റ്റ്വെയർ മോഡിഫൈ ചെയ്യുകയും അതുപോലെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്തു. This computer system was designed to diagnose infection, blood diseases and recommend by antibiotics with the dosage adjusted for patient's body weight. ഡയഗ്നോസ് ഇൻഫെക്ഷൻ, ബ്ലഡ് ഡിസീസ് കണ്ടെത്തുന്നതിനും ആൻറ്റിബയോട്ടിക്കുകൾ റെക്കമെൻഡ് ചെയ്യുന്നതിനുമാണ് ഈ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഡിസൈൻ ചെയ്തത്. പേഷ്യൻറ്റിൻ്റെ ബോഡി വെയ്റ്റിനനുസരിച്ചിട്ട് ഡോസേജ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ആൻറ്റിബയോട്ടിക്കിൽ നിന്നാണ് ഈ ഒരു പേര് ലഭിച്ചത്. കാരണം പല ആൻറ്റിബയോട്ടിക്കുകൾക്കും മൈസിൻ എന്ന സഫിക്സ് ഉണ്ട്. നെക്സ്റ്റ് മെത്തേഡ്. ഇറ്റ് വുഡ് കൊറി ദി ഫിസിഷ്യൻ റണ്ണിങ് ദി പ്രോഗ്രാം വയ എ ലോങ് സീരീസ് ഓഫ് സിമ്പിൾ യെസ് ഓർ നോ ഓർ ടെക്സ്റ്റ്വൽ ക്വസ്റ്റ്യൻസ്. 500 റൂൾസുകളുടെ നോളജ് ബേസായ സിമ്പിൾ ഇൻഫറൻസ് എൻജിൻ യൂസ് ചെയ്തിട്ടാണ് മൈസിൻ പ്രവർത്തിക്കുന്നത്. സിമ്പിൾ യെസ് ഓർ നോ അല്ലെങ്കിൽ ടെക്സ്റ്റ്വൽ ക്വസ്റ്റ്യൻസ് എന്നിവയിലൂടെ ലോങ് സീരീസിലൂടെ പ്രോഗ്രാം റൺ ചെയ്യുന്ന ഡോക്ടറിനെ ഇത് ക്വസ്റ്റ്യൻ ചെയ്യും. At the end, it provides a list of possible culprit bacteria ranked from high to low based on the probability of each diagnosis, its confidence in each diagnosis probability, the reasoning behind each diagnosis and its recommended course of drug treatment. അവസാനം ഓരോ ഡയഗ്നോസിൻ്റെ പ്രോബബിലിറ്റി, ഓരോ ഡയഗ്നോസിൻ്റെ സാധ്യതയെക്കുറിച്ചുള്ള കോൺഫിഡൻസ്, ഓരോ ഡയഗ്നോസിൻ്റെ പിന്നിലെ റീസണിങ്, അതായത് മൈസിൻ ചോദ്യങ്ങളും നിയമങ്ങളും പട്ടികപ്പെടുത്തും. എന്നിട്ട് ഇത് ഒരു രോഗനിർണയത്തിന് ഒരു പ്രത്യേക രീതിയിൽ റാങ്ക് ചെയ്യും. എന്നിട്ട് അത് ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഡ്രഗ് ട്രീറ്റ്മെൻറ്റ് കോഴ്സ് ആ പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് റിസൾട്ട്.
Research conducted at the Stanford Medical School found mycin to have a correct diagnosis rate of about 65%, which was better than most physicians who were not specialists in diagnosing bacterial infections. അതായത് സ്റ്റാൻഫോർഡ് മെഡിക്കൽ സ്കൂൾ നടത്തിയ ഗവേഷണത്തിൽ മൈസിൻ്റെ കറക്റ്റ് ഡയഗ്നോസിസ് റേറ്റ് ഏകദേശം 65% ആണെന്ന് കണ്ടെത്തി. ഇത് ബാക്ടീരിയ അണുബാധ നിർണ്ണയിക്കുന്നത് വിദഗ്ധരല്ലാത്ത മിക്ക ഡോക്ടേഴ്സിനേക്കാളും മികച്ച ഒന്നാണ്. നെക്സ്റ്റ്, പ്രാക്ടിക്കൽ യൂസ്. മൈസിൻ വാസ് നെവർ ആക്ച്വലി യൂസ്ഡ് ഇൻ പ്രാക്ടീസ്. മൈസിൻ ഒരിക്കലും പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്തിട്ടില്ല. ഇറ്റ് വാസ് മച്ച് ബിക്കോസ് ഓഫ് എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് റിലേറ്റഡ് ടു ദി യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ മെഡിസിൻ. ഇത് അതിൻ്റെ പെർഫോമൻസിൻ്റെ വീക്ക്നെസ് മൂലമല്ല. പരിശോധനകളിൽ ഇത് സ്റ്റാൻഫോർഡ് മെഡിക്കൽ സ്കൂളിലെ അംഗങ്ങളെ മറികടന്നു. വൈദ്യശാസ്ത്രത്തിലെ കമ്പ്യൂട്ടറുകളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് കാരണം ഇത് പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നെക്സ്റ്റ്, ഇതിലെ രണ്ടാമത്തെ സെക്ഷനാണ് ഡെൻഡ്രാൾ. ഡെൻഡ്രാൾ വാസ് an influential pioneer project in artificial intelligence, the 1960s, and the computer software expert system that it produced. 1916 AI അത് നിർമ്മിച്ച കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എക്സ്പെർട്ട് സിസ്റ്റം എന്നിവയിലെ ഇൻഫ്ലുവൻഷ്യൽ പയോനിയർ പ്രൊജക്റ്റാണ് ഡെൻഡ്രാൾ. ഇറ്റ്സ് പ്രൈമറി എയിം വാസ് ടു ഹെൽപ്പ് ഓർഗാനിക് മോളിക്യൂൾസ് by analyzing their mass spectra and using knowledge of chemistry. Analyzing mass spectra and using knowledge of chemistry ഉപയോഗിച്ചും ഓർഗാനിക് മോളിക്യൂൾസിനെ ഹെൽപ്പ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ പ്രൈമറി എയിം. ഇറ്റ് വാസ് ഡൺ അറ്റ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ബൈ എഡ്വാർഡ് ഫിഗർബോം, ബ്രൂസ് ബുക്കാനൻ, ജോഷ്യ ലെഡർബർഗ് ആൻഡ് കാൾ ഡിജറാസി. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി എഡ്വാർഡ് ഫിഗർബോം, ബ്രൂസ് ബുക്കാനൻ, ജോഷ്യ ലെഡർബർഗ് ആൻഡ് കോൾ ഡിജറാസി എന്നിവരാണ് ഈ ഒരു പ്രൊജക്റ്റ് ചെയ്തത്. ഇത് 1965 ആരംഭിക്കുകയും AI റിസർച്ചിൻ്റെ ഹാഫ് ദി ഹിസ്റ്ററി ഓഫ് വ്യാപിക്കുകയും ചെയ്യുന്നു. ഡെൻഡ്രാൾ ഈസ് കൺസിഡർഡ് ദി ഫസ്റ്റ് എക്സ്പേർട്ട് സിസ്റ്റം. ഓർഗാനിക് കെമിസ്ട്രികളുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ബിഹേവിയർ ഓട്ടോമേറ്റഡ് ആയതിനാൽ ഡെൻഡ്രാൾ സോഫ്റ്റ്വെയർ ഫസ്റ്റ് എക്സ്പേർട്ട് സിസ്റ്റമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് വാസ് റിട്ടേൺ ഇൻ ലിസ്പ്. എഐയുടെ ലാംഗ്വേജായിട്ട് കണക്കാക്കപ്പെടുന്ന ലിസ്പിലാണ് ഈ ഒരു പ്രൊജക്റ്റ് എഴുതിയിരിക്കുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 സബ് പ്രോഗ്രാംസ്, ദാറ്റ് ഈസ് ഹ്യൂറിസ്റ്റിക് ഡെൻഡ്രാൾ ആൻഡ് മെറ്റാ ഡെൻഡ്രാൾ. ഓക്കെ, നെക്സ്റ്റ് ഡെൻഡ്രാളിൻ്റെ 2 സബ് പ്രോഗ്രാംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റാണ് ഹ്യൂറിസ്റ്റിക് ഡെൻഡ്രാൾ എന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഹ്യൂറിസ്റ്റിക് ഡെൻഡ്രാൾ ഈസ് എ പ്രോഗ്രാം that uses mass spectra or other experimental data together with knowledge base of chemistry to produce a set of possible chemical structure that may be responsible for producing the data. നോളജ് ബേസ് ഓഫ് കെമിസ്ട്രിയോടൊപ്പം മാസ് സ്പെക്ട്ര അല്ലെങ്കിൽ അതർ എക്സ്പെരിമെൻ്റൽ ഡാറ്റയെ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിന് ഹ്യൂറിസ്റ്റിക് ഡെൻഡ്രാൾ എന്ന് പറയുന്നത്. ടു പ്രൊഡ്യൂസ് എ സെറ്റ് ഓഫ് പോസിബിൾ കെമിക്കൽ സ്ട്രക്ചർ that may be responsible for producing the data, and a mass spectrum of a compound is produced by a mass spectrometer, and it is used to determine its molecular weight. Molecular weight എന്നത് sum of the masses of its atomic constituents. അപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കോമ്പൗണ്ട് വാട്ടറിൽ, അതായത് H2O, ഹൈഡ്രജൻ്റെ മാസ് 1 ആണ്, ഓക്സിജൻ്റെ മാസ് 16 ആണ്. അപ്പം മോളിക്കുലർ വെയിറ്റ് ആണ് H2O, 2 ഹൈഡ്രജൻ വരുന്നുണ്ട്. അപ്പം 2 × 1 + 16. അപ്പം ഒരു കോമ്പൗണ്ട് വാട്ടറിൻ്റെ മോളിക്കുലർ വെയിറ്റ് എന്നത് 18 ആണ്. ഹ്യൂറിസ്റ്റിക് ഡെൻഡ്രാൾ ഈ ഇൻപുട്ട് മാസ് ആൻഡ് വാലൻസ് റൂളിനെ കുറിച്ചുള്ള അറിവ് ഉപയോഗിക്കും. എന്നിട്ട് പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ആറ്റമിക് കോൺസ്റ്റിറ്റ്യൂവൻസ് ഡിറ്റർമൈൻ ചെയ്യാൻ 18 വരെ കൂട്ടും. വെയിറ്റ് ഇൻക്രീസ് ചെയ്യുകയും മോളിക്യൂൾസ് കൂടുതൽ കോംപ്ലക്സ് ആകുമ്പോൾ നമ്പർ ഓഫ് പോസിബിൾ കോമ്പൗണ്ട്സ് ഇൻക്രീസ് ചെയ്യും. അതിനാൽ ഹൈപ്പോത്തിസിസ് ഫോർമേഷൻ പ്രോസസ്സിലൂടെ ഈ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് സൊല്യൂഷൻസ് കുറയ്ക്കാൻ കഴിയുന്ന ഒരു പ്രോഗ്രാം ആവശ്യമാണ്. നെക്സ്റ്റ് ഡെൻഡ്രാളിൻ്റെ സെക്കൻഡ് പാർട്ട് ആയിട്ട് ഉള്ളതാണ് മെറ്റാ ഡെൻഡ്രാൾ. മെറ്റാ ഡെൻഡ്രാൾ ഈസ് എ നോളജ് അക്വസിഷൻ സിസ്റ്റം ദാറ്റ് റിസീവ്സ് the set of possible chemical structure and corresponding mass spectra as input.
and proposes a set of hypotheses to explain correlation between some of the proposed structure and the mass spectrum. അതായത് പോസിബിൾ കെമിക്കൽ സ്ട്രക്ചറിൻ്റെ കറസ്പോണ്ടിങ് മാസ് സ്പെക്ട്രവും ഇൻപുട്ടായി റിസീവ് ചെയ്യുന്ന ഒരു നോളജ് അക്വിസിഷൻ സിസ്റ്റമാണ് മെറ്റാഡെൻഡ്രൽ എന്നത്. കൂടാതെ കുറച്ച് പ്രപ്പോസ്ഡ് സ്ട്രക്ചറും മാസ് സ്പെക്ട്രവും തമ്മിലുള്ള കോറിലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് സെറ്റ് ഓഫ് ഹൈപ്പോത്തിസിസ് നിർദ്ദേശിക്കുന്നു. ദീസ് ഹൈപ്പോത്തിസിസ് വുഡ് ബി ഫെഡ് ബാക്ക് ടു ഹ്യൂറിസ്റ്റിക് ഡെൻഡ്രൽ ടു ടെസ്റ്റ് ദർ ആപ്ലിക്കബിലിറ്റി. ഈ ഹൈപ്പോത്തിസിസ് അവയുടെ ആപ്ലിക്കബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിനായി ഹ്യൂറിസ്റ്റിക് ഡെൻഡ്രലിലേക്ക് തിരികെ നൽകും. അതിനാൽ ഹ്യൂറിസ്റ്റിക് ഡെൻഡ്രൽ ഒരു പെർഫോമൻസ് സിസ്റ്റമായിട്ടും മെറ്റാഡെൻഡ്രൽ ഒരു ലേണിംഗ് സിസ്റ്റവുമായിട്ടാണ് ഉള്ളത്. The program is based on two important features: the plan generate test paradigm and knowledge engineering. പ്രോഗ്രാം രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്, അതായത് പ്ലാൻ ജനറേറ്റ് ടെസ്റ്റ് പാരഡൈം ആൻഡ് നോളജ് എൻജിനീയറിംഗ്. നെക്സ്റ്റ്, പ്ലാൻ ജനറേറ്റ് ടെസ്റ്റ് പാരഡൈം. ദി പ്ലാൻ ജനറേറ്റ് ടെസ്റ്റ് പാരഡൈം ഈസ് ദി ബേസിക് ഓർഗനൈസേഷൻ ഓഫ് ദി പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് and is a common paradigm used by both heuristic ഡെൻഡ്രൽ ആൻഡ് മെറ്റാഡെൻഡ്രൽ സിസ്റ്റംസ്. അതായത് പ്രോബ്ലം സോൾവിംഗ് മെത്തേഡിൻ്റെ ബേസിക് ഓർഗനൈസേഷനായിട്ടാണ് പ്ലാൻ ജനറേറ്റ് ടെസ്റ്റ് പാരഡൈം യൂസ് ചെയ്യുന്നത്. കൂടാതെ ഹ്യൂറിസ്റ്റിക് ഡെൻഡ്രലിലും മെറ്റാഡെൻഡ്രൽ സിസ്റ്റത്തിലും യൂസ് ചെയ്യുന്ന ഒരു കോമൺ പാരഡൈം കൂടിയാണിത്. ദി ജനറേറ്റർ ജനറേറ്റ്സ് പൊട്ടൻഷ്യൽ സൊല്യൂഷൻസ് ഫോർ എ പെർട്ടിക്കുലർ പ്രോബ്ലം വിച്ച് ആർ ദെൻ എക്സ്പ്രസ്ഡ് ആസ് കെമിക്കൽ ഗ്രാഫ്സ് ഇൻ ഡെൻഡ്രൽ. ജനറേറ്റർ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിന് പൊട്ടൻഷ്യൽ സൊല്യൂഷൻസ് ജനറേറ്റ് ചെയ്യുന്നു. അവ പിന്നീട് ഡെൻഡ്രലിലെ കെമിക്കൽ ഗ്രാഫുകളായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു. ദിസ് ഈസ് ഫീസിബിൾ ഓൺലി വെൻ ദി നമ്പർ ഓഫ് കാൻഡിഡേറ്റ് സൊല്യൂഷൻസ് ഈസ് മിനിമൽ. എന്നിരുന്നാലും നമ്പർ ഓഫ് കാൻഡിഡേറ്റ് സൊല്യൂഷൻ കുറവായിരിക്കുമ്പോൾ മാത്രമേ ഇത് ഫീസിബിൾ ആവുകയുള്ളൂ. നെക്സ്റ്റ്, രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചറായ നോളജ് എൻജിനീയറിംഗ്. The primary aim of knowledge engineering is to attain a productive interaction between the available knowledge base and problem solving technique. നോളജ് എൻജിനീയറിൻ്റെ പ്രൈമറി എയിം എന്നത് അവൈലബിൾ ആയിട്ടുള്ള നോളജ് ബേസും പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്കും തമ്മിലുള്ള പ്രൊഡക്റ്റീവ് ഇൻട്രാക്ഷൻ നടത്തുക എന്നതാണ്. ദിസ് ഈസ് പോസിബിൾ ത്രൂ ഡെവലപ്മെൻറ്റ് ഓഫ് എ പ്രൊസീജിയർ ഇൻ വിച്ച് ലാർജ് എമൗണ്ട് ഓഫ് ടാസ്ക് സ്പെസിഫിക് ഇൻഫർമേഷൻ ഈസ് എൻകോഡഡ് ഇൻ ടു ഹ്യൂറിസ്റ്റിക്സ് പ്രോഗ്രാം. ലാർജ് എമൗണ്ടിലുള്ള ടാസ്ക് സ്പെസിഫിക് ഇൻഫർമേഷൻ ഹ്യൂറിസ്റ്റിക് പ്രോഗ്രാമിലേക്ക് എൻകോഡ് ചെയ്യുന്ന പ്രൊസീജിയറിൻ്റെ ഡെവലപ്മെൻറ്റിലൂടെ ഇത് നമുക്ക് സാധ്യമാണ്. അതുകൊണ്ട് നോളജ് എൻജിനീയറിൻ്റെ ഫസ്റ്റ് എസെൻഷ്യൽ കോമ്പണൻറ്റ് എന്നത് നോളജ് ബേസാണ്. മാസ് സ്പെക്ട്രോമെട്രി ടെക്നിക്കിൻ്റെ സ്പെസിഫിക് നോളജ്, അതുപോലെ കെമിസ്ട്രിയുടെയും ഗ്രാഫ് തിയറിനെയും ബേസ് ചെയ്തിട്ടുള്ള ലാർജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ, പെർട്ടിക്കുലർ കെമിക്കൽ സ്ട്രക്ചർ ഇലൂസിഡേഷൻ പ്രോബ്ലം കണ്ടെത്തുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് എന്നിവ ഈ ഒരു നോളജ് ബേസിൽ ഉൾപ്പെടും. ഇൻപുട്ട് ഡാറ്റയുമായി കറസ്പോണ്ട് ചെയ്യുന്ന പോസിബിൾ കെമിക്കൽ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യാനും നമ്പർ ഓഫ് കാൻഡിഡേറ്റ് സൊല്യൂഷൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ജനറൽ റൂൾസ് രൂപീകരിക്കാനും നോളജ് എൻജിനീയറിംഗ് വഴി ഡെൻഡ്രലിന് ഈ ഒരു നോളജ് ബേസ് യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ അവസാന യൂസറിന് പോസിബിളായിട്ട് മിനിമൽ നമ്പർ ഓഫ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യും. ഇറ്റ് ക്യാൻ ബി ടെസ്റ്റഡ് ബൈ എനി നോൺ എക്സ്പെർട്ട് യൂസർ ടു ഫൈൻഡ് ദി റൈറ്റ് സൊല്യൂഷൻസ്. റൈറ്റ് സൊല്യൂഷൻസ് ഫൈൻഡ് ചെയ്യുന്നതിന് നോൺ എക്സ്പെർട്ട് ആയിട്ടുള്ള ഏതൊരു യൂസറിനും ഇത് ടെസ്റ്റ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ്, ഹ്യൂറിസ്റ്റിക്സ്. എ ഹ്യൂറിസ്റ്റിക്സ് ഈസ് എ റൂൾ ഓഫ് തം, an algorithm that does not guarantee a solution but reduces the number of possible solutions by discarding unlikely and irrelevant solutions. ഹ്യൂറിസ്റ്റിക്സ് ഒരു റൂൾ ഓഫ് തമ്പാണ്. ഇതൊരു സൊല്യൂഷന് ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു ആൽഗോരിതമാണ്. ബട്ട് അൺലൈക്ലി ആൻഡ് ഇറെലവൻറ്റ് സൊല്യൂഷൻസ് ഡിസ്കാർഡ് ചെയ്തിട്ട് നമ്പർ ഓഫ് പോസിബിൾ സൊല്യൂഷൻസ് റെഡ്യൂസ് ചെയ്യുന്നു. The use of heuristic to solve problems is called heuristic programming and was used in Dendra to allow it to replicate in machines. പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് ഹ്യൂറിസ്റ്റിക്സിൻ്റെ ഉപയോഗത്തെ ഹ്യൂറിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നു. ഇത് മെഷീനുകളിൽ റെപ്ലിക്കേറ്റ് അലൗഡ് ചെയ്യുന്നതിന് ഡെൻഡ്രൽ യൂസ് ചെയ്യുന്നു. ഇത് ഹ്യൂമൻ എക്സ്പേർട്ട് റൂൾ ഓഫ് തമ്പ് വഴിയും
സ്പെസിഫിക് ഇൻഫർമേഷനിലൂടെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ നൽകുന്ന ഒരു പ്രോസസ്സാണ്. നെക്സ്റ്റ് കൺക്ലൂഷൻ. An expert system is a computer program that is designed to solve complex problems and to provide a decision-making ability like a human expert. കോംപ്ലക്സ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് ഹ്യൂമൻ എക്സ്പേർട്ടിനെ പോലെ ഡിസിഷൻസ് എടുക്കാൻ കഴിവ് നൽകുന്നതിനും ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് എക്സ്പെർട്ട് സിസ്റ്റം. Some popular examples of the expert system are Mycin, Dendral, PSTES, and Cadet. Mycin is the one of the earliest backward chaining expert system that was designed to find the bacteria causing infections like bacteremia and meningitis. ബാക്ടീരിയയും മെനിഞ്ചൈറ്റിസിനെ ഫൈൻഡ് ചെയ്യാൻ ഏർലിയസ്റ്റ് ബാക്ക്വേർഡ് ചെയിനിങ് എക്സ്പെർട്ട് സിസ്റ്റത്തിലൊന്നാണ് മൈസിൻ. ഇറ്റ് വാസ് ഓൾസോ യൂസ്ഡ് ഫോർ ദ റെക്കമെൻഡേഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ് ആൻഡ് ദി ഡയഗ്നോസിസ് ഓഫ് ബ്ലഡ് ക്ലോട്ടിംഗ് ഡിസീസസ്. ആൻറ്റിബയോട്ടിക്കുകളുടെ റെക്കമെൻഡേഷനും ബ്ലഡ് ക്ലോട്ടിംഗ് ഡിസീസസിനെയും കണ്ടെത്തുന്നതിനും ഇത് യൂസ് ചെയ്യുന്നു. ഡെൻഡ്രൽ ഈസ് യൂസ്ഡ് ഇൻ ഓർഗാനിക് മോളിക്യൂൾസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദർ മാസ് സ്പെക്ട്ര ആൻഡ് നോളജ് ബേസ് ഓഫ് കെമിസ്ട്രി. ഓർഗാനിക് മോളിക്യൂൾസ് ഡെൻഡ്രൽ മാസ് സ്പെക്ട്രത്തിൻ്റെയും കെമിസ്ട്രിയുടെ നോളജ് ബേസിൻ്റെയും ഹെൽപ്പോട് കൂടിയിട്ട് യൂസ് ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഓക്കെ, ബൈ.